ഞാൻ നിങ്ങളെ ഞങ്ങളുടെ വീടിനകത്തുള്ള ഡെക്കറേഷനൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ വെളി ഇപ്രാവശ്യം എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തതെന്ന് എന്നുള്ളതാണ്. നമുക്കിവിടെ എല്ലാം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തം ഇവിടെ ലൈറ്റിൽ കുളിച്ച് നിൽക്കുകയാണ്. എല്ലാ വീടുകളും വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ലൈറ്റുകൾ മാത്രം. ഇവിടെ ഞങ്ങളുടെ വീട് ഇപ്രാവശ്യം ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഓരോ ഇവിടുന്ന് മുതൽ സ്പെഷ്യൽ ഡെക്കറേഷൻസൊക്കെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് വരുമ്പോൾ തേണ്ട ഇവിടെ പല ചേട്ടന്മാരും ഒക്കെ മറിഞ്ഞു വീണ്. നല്ല കാറ്റായിരുന്നു. കാറ്റത്ത് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇച്ചിരി മറിഞ്ഞു വീണ്. പാവം മറിഞ്ഞൊരു ചേട്ടൻ തേണ്ട. പിന്നെ തേണ്ട ഇത് നമ്മളിങ്ങനെ കറണ്ട് ഇലക്ട്രിസിറ്റി കുത്തി കഴിയുമ്പം ഇതൊക്കെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ കറണ്ട് ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ കണ്ടേ എയറൊക്കെ കയറി ചേട്ടന്മാർ വീർത്തിങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം നമ്മൾ എടുത്തു വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചെറിയൊരു ഹോൾ എവിടെയെങ്കിലും വന്നു പോയെങ്കിൽ പിന്നെ ഇതിനെ നമുക്ക് കിട്ടത്തില്ല. ഇവിടെ ലൈറ്റ് ചെയ്തിരിക്കുന്ന. പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാറ്റാടി മരമാണ്. ആ മരത്തിന് വേണ്ട ഇതൊരു തരം സ്പെഷ്യൽ തരം സ്റ്റാർട്സാണ്. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ സ്റ്റാർട്സ്. ഇത് നമുക്കിങ്ങനെ അടത്തി വെക്കാൻ പറ്റും. അത് നമുക്ക് എല്ലാം ഒരു വർഷം വാങ്ങിച്ചാൽ മതി. നമ്മൾ പിന്നെ നന്നായിട്ട് എടുത്തു വെച്ചാൽ അതെല്ലാ വർഷവും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ആ സ്റ്റാറൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ മൊത്തം ഒരു വെറൈറ്റി കളറാണ് ഈ വർഷം. അതായത് ഇത് മൊത്തം ഒരു നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു മരമാണ്. അതിലിങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇതൊരു ആക്ച്വലി ഈ സ്റ്റിക്കിനൊക്കെ ലൈറ്റ് ഉള്ളതാണ്. എന്തോ അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈ സ്റ്റിക്കെല്ലാം ഓരോന്നിങ്ങനെ ലൈറ്റ് കൊണ്ട് തെളിഞ്ഞ് നിൽക്കേണ്ടതാണ്. പിന്നെ ഇവിടെ പല ചേട്ടന്മാരും കാറ്റുകൊണ്ട് വീണുപോയി. പിന്നെ ഇവിടെ ഈ സ്റ്റാറ്, ഒരു സ്പെഷ്യൽ സ്റ്റാറ്. അങ്ങനെ ഇവിടെ ലൈറ്റുകൾ ഇതിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇവിടെ ലൈറ്റ്. പിന്നെ ഇത് കണ്ട ഒരു ലേസറിൻ്റെ പരിപാടിയാണ്. വീടിൻ്റെ ഫ്രണ്ട് മുകളിലോട്ട് നോക്കിക്ക് ഇങ്ങനെ ലൈറ്റുകൾ. അത് നമ്മൾ ലേസർ വെച്ചിരിക്കുന്നതാണ്. പിന്നെ മുകളിൽ നിന്ന് കണ്ട പല കളറിലുള്ള ലൈറ്റുകളൊക്കെ കണക്ട് ചെയ്ത് താഴോട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെയും ഇതുപോലെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നു. വീടിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള സ്റ്റാറുകളുടെ ഒരു ബഹളമാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന ഈ വർഷത്തെ സ്പെഷ്യലാണ് ഈ സ്റ്റാറ്. നല്ല അടിപൊളി സ്റ്റാർ. അതാണ്ട് മുകളിൽ ഇവിടെ എല്ലാം സ്റ്റാറുകളാണ്. നാട്ടിൽ നിന്ന് വന്നപ്പം കുറേ അതിൻ്റെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഈ പ്രാവശ്യം എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നാടിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു ചിമ്മിനി വിളക്കും. പിന്നെ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ വലിയൊരു സ്റ്റാറും. സ്റ്റാറിൻ്റെ ബഹളമാണിത്. നമ്മൾക്കറിയാമല്ലോ സ്റ്റാറെന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി. അപ്പം ക്രിസ്മസിൻ്റെ സമയത്ത് ജീസസ് എവിടെയാണ് ജനിച്ചത് എന്ന് പലരെയും വഴികാട്ടിയത് സ്റ്റാറാണ്. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, ഈ ക്രിസ്മസിൻ്റെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പലരും പല കാര്യത്തിലും, എന്ത് കാര്യത്തിലാണോന്നില്ല, പല കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും പലരും നമ്മൾക്ക് വഴികാട്ടികളായിട്ട് ഒരു സ്റ്റാർസിനെ പോലെ നടന്നവരുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകാൻ, ഒരു സ്റ്റാർ ആകാൻ പറ്റുമോ, അതോ നമ്മളത് ചെയ്യുന്നുണ്ടോ, അതും കൂടെ ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്മസ് ഫാദർ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഞാനിതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. ഇതിവിടെ തണുപ്പത്ത് ഇത് പോവത്തില്ല. ഒരു ജമന്തി തണ്ട് മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് വരുന്നു. പിന്നെ ഇവിടെയും
ഈ മരത്തുകളിലെല്ലാം ലൈറ്റ് ഇട്ടിരിക്കുവാണ്. അത് അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് രീതിയിലാണ്, ഒരു ചിലന്തി വലകൾ പോലത്തെ എന്തോ ലൈറ്റുകളൊക്കെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നൊരു ബ്യൂട്ടി. അവിടെ അതിൻ്റെ നടത്ത് പിന്നെയും നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ സ്റ്റാറുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒത്തിരി സ്റ്റാറുകൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ആ സ്റ്റാറുകളൊക്കെയാണ് ഇങ്ങനെ മാറി മാറി ഇട്ടിരിക്കുന്നത് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതെ പിന്നെയും ഉണ്ട് ഇവിടെ ജമന്തിയുടെ പൂ, തണുപ്പത്തത് പോയിട്ടില്ല. പിന്നെ ഇവിടെയും നമ്മുടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ആക്ച്വലി ഈ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പിള്ളേരുടെ കാർട്ടൂൺ അകത്തുള്ളതാണ്. ഈ ഓരോ കാർട്ടൂൺ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ പേരുകളൊന്നും ശരിക്കറിയത്തില്ല. ഇവിടെ നെറ്റ് കാക്കേഴ്സ് എന്നോ ജിഞ്ചർമാൻ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ നോക്കുമ്പോൾ ഏതേലും ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുവാണ്. ഇത് വീടിൻ്റെ മറ്റേ അറ്റം. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയും ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ക്യാൻഡിൽ നോയൽ എന്ന പേരിൽ. ഈ സമയത്തും ഞാൻ ഓർക്കുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, ആക്ച്വലി അവൻ്റെ ഡ്യൂ ഡേറ്റ് ഡിസംബറിലായിരുന്നു. അവന് ഞങ്ങൾ നോയൽ എന്ന് പേരിടാനിരുന്നതായിരുന്നു. പക്ഷേ പിന്നെ അവൻ നവംബറിലുണ്ടായതുകൊണ്ട് പിന്നെ അവനെ ഞങ്ങൾ ജോയൽ എന്ന് പേരിട്ട്. അതുകൊണ്ട് ഇത് കണ്ട നമ്മുടെ തിരുക്കുടുംബക്കാരുടെ, അതായത് ഇവിടെ നമുക്ക് മാതാവും ഔസേപ്പിതാവും ഉണ്ണി യേശുവും മാലാഖമാരെയും ഒക്കെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. പിന്നെ ഇവിടെയും മറ്റൊരു ക്യാൻഡിൽ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം ഇങ്ങനെ എല്ലാ ഡെക്കറേഷൻസും ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇത് കണ്ടോ, ജോയി എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത്. ജോയി എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ പേരും ജോയി എന്നാണ്. പിന്നെ എനിക്ക് മറ്റൊരു പേരുണ്ട് ജോയി മോള്, ജോമോളെന്നും. പിന്നത്തെ ഇത് കണ്ടോ ഇങ്ങനെയൊരു ലൈറ്റ്. പിന്നത്തെ ഇത് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇങ്ങനെയൊക്കെ ഇവിടെ കൊണ്ട് തൂക്കി മരത്തിൻ്റെ മണ്ടയിൽ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ മരത്തേലും ഒക്കെ ഇങ്ങനെ മുകളിൽ കയറി ഞാനിങ്ങനെ വീഡിയോ എടുത്തിടുന്നതേ ഉള്ളൂ. ഇതെല്ലാത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ചത് എൻ്റെ ഹസ്ബൻഡും പിള്ളേരുമാണ്. ഇവിടെ നമ്മുടെ പല മാനുകളും ഇതെല്ലാം ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. ഇതിലാണ് നമ്മുടെ സാന്റാക്ലോസ് കയറി വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ട പുള്ളിയുടെ വണ്ടിയാണിത്, സാന്റാക്ലോസിൻ്റെ. അതും ഫുള്ള് കളറായിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പം കണ്ടോ ഇതിങ്ങനെ ചേട്ടൻ ഇങ്ങനെ, അതായത് നമ്മുടെ ജീസസിൻ്റെയൊക്കെ അടുക്കെ തന്നെ ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഈ ലൈറ്റുകൾ കണ്ടോ, ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. പിന്നെ അവിടെ നിന്ന് വരുമ്പം ഒരു സ്ഥലവും ഒഴിവാക്കാതെ ഈ വർഷം ഫുള്ള് എല്ലായിടത്തും കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെയും ഉണ്ട്. ഇതിലൊക്കെ ഇവിടുത്തെ ഈ ട്രീയുടെ പ്രത്യേകതയാണ്. ഇതിൽ വുഡ് കൊണ്ടുള്ള അതേ കണ്ടില്ല, ബ്രൗൺ കളറിലെ ഡെക്കറേഷൻ, അത് തടി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡെക്കറേഷൻസാണത്. ആ പൈൻ ട്രീയുടെ ലീവ്സേൽ ലൈറ്റും വെച്ച് തടിയും കൊണ്ട്. പിന്നെ ഇവിടെ നോക്ക്, ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഒരു കോർണർ ഹൗസാണ്. നമുക്ക് 4 വശത്തും ഇങ്ങനെ സ്ഥലമുണ്ട്. 4 വശവും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതും ഈ വർഷത്തെ കണ്ട ഒരു സ്പെഷ്യലാണിത്. ഇതും ഇങ്ങനത്തെ ഇതും വളരെ ഭംഗിയായിട്ടിരിക്കുന്നു. അങ്ങനെ വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻ. കുട്ടികൾ ഹസ്ബൻഡ് എന്തായാലും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാരേജിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ആകെ മൊത്തം ഒരു ക്രിസ്മസ് മയമാണ് എല്ലായിടത്തും. ഇപ്പം നമ്മളങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡും എല്ലായിടവും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ടും പെട്ടെന്ന് രാത്രിയാകുന്നത് കൊണ്ടും
നമുക്കിത് വളരെ സമയം ഈ ലൈറ്റുകൾ, അതായത് ഡേ ലൈറ്റ്, അതായത് രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഈ മരത്തേൽ മൊത്തം ഇത് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ സ്പെഷ്യലാണ് ഇതും, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാറുകളും. ഇതാണ് ഇപ്രാവശ്യത്തെ ഞാൻ പുതിയതായിട്ട് കാണുന്നത്. ഉണ്ട് ഇതിൻ്റെ വളരെയധികം ഉണ്ട്, ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊരു 4 വശവും ചെയ്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ പലപ്പോഴും പലരും ഇവിടെ, ഞങ്ങളുടെ ഈ വീട് കോർണർ ഹൗസ് ആയതുകൊണ്ടും ഈ 4 വശത്തു നിന്നുള്ള റോഡുകളുള്ളതുകൊണ്ട് പല ആൾക്കാരും ഇവിടെ വന്ന് ഈ ഡെക്കറേഷൻസ് കാണാൻ വേണ്ടി കുട്ടികളുമായിട്ട് വന്നും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും ഒക്കെ പോകാറുണ്ട്. അപ്പം നമ്മുടെ ഹാർഡ് വർക്ക് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെ കമ്മ്യൂണിറ്റിയുടെ ബെസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെയും ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻസ്പിറേഷനാണ് കൊടുക്കുന്നത്. എനിവേ, ഈ വർഷത്തെ ഞങ്ങളുടെ വെളിയിലുള്ള ക്രിസ്മസ് ഡെക്കറേഷനാണ് ഇതൊക്കെ. ഇതെല്ലാം കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാണുക, എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിനോടനുബന്ധിച്ചാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോകൾ വരുന്നത്. എനിക്ക് ഞാൻ പല കാര്യങ്ങളും പ്രോമിസ് ചെയ്ത പല ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ മുടങ്ങാതെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. May God bless all of you. Thank you.